നമസ്കാരം. കേരളീയരുടെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായിട്ടുള്ള ഓണം ഇപ്പോൾ വീടുകളിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തെ വിപണിയും ജനജീവിതവും ഒരുപോലെ സജീവമാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തവണത്തെ ഓണക്കാലം വിരുന്നെത്തുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇത്തരം വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും സർക്കാർ ജീവനക്കാർ, അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർ, സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ, സാധാരണക്കാരായ റേഷൻ കാർഡ് ഉടമകൾ എന്നിവരടങ്ങുന്ന വലിയൊരു ജനവിഭാഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഉത്സവകാല ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും അതീവ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കമ്പോളത്തിൽ പണമൊഴുക്ക് കൂട്ടാനും ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഉയർത്താനും ഉതകുന്ന പ്രഖ്യാപനങ്ങൾ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ തന്നെ ദീർഘനാളത്തെ ആവശ്യമായ ക്ഷാമബത്ത DA അതിൽ കുടിശ്ശികയിൽ ഒരു ഭാഗം ഈ ഓണക്കാലത്ത് അനുവദിക്കപ്പെടുമോ എന്നതാണ് ജീവനക്കാരുടെയൊക്കെ തന്നെ ഇടയിലെ പ്രധാന ചർച്ചാ വിഷയം. നിലവിലെ സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കുടിശ്ശികയുള്ള DA ഗഡുക്കളിൽ നിന്നും 2% അനുവദിക്കുന്ന കാര്യം ധനവകുപ്പിൻ്റെ സജീവ പരിഗണനയിലുണ്ടെന്നാണ് വിവിധ വകുപ്പ് തല റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ജീവനക്കാരുടെ യഥാർത്ഥ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് പരിഹരിക്കാൻ അടിസ്ഥാന ശമ്പളത്തിന് പുറമേ നൽകുന്ന തുകയാണ് ക്ഷാമബത്ത അഥവാ DA എന്നതിനാൽ തന്നെ ഈ 2% വർധനവ് നടപ്പിലായാൽ അത് ജീവനക്കാരുടെ മാസ വരുമാനത്തിൽ അവരുടെ അടിസ്ഥാന ശമ്പള നിരക്കിന് ആനുപാതികമായിട്ടുള്ള വലിയൊരു ആശ്വാസമായി മാറുന്നതായിരിക്കും. എങ്കിലും ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ധനകാര്യ ഉത്തരവ് പുറത്തു വരുന്നത് വരെ ഇതിനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലെന്നാണ് വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ജീവനക്കാരുടെ വരുമാന വർധനവിന് പുറമെ ഓണത്തിന് മുൻപായിട്ട് ശമ്പളവും സർവീസ് പെൻഷനും കൃത്യസമയത്ത് കൈകളിൽ എത്തുമോ എന്നതിനെക്കുറിച്ചും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഇത്തവണത്തെ ഓണമാകട്ടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന വാരത്തിലാണ് വരുന്നത് എന്നതിനാൽ തന്നെ മാസാവസാനത്തെ പതിവ് ശമ്പള വിതരണ തീയതികൾക്കായി കാത്തു നിൽക്കാതെ ബില്ലുകൾ നേരത്തെ പ്രോസസ്സ് ചെയ്യാനുള്ള പ്രാഥമിക നടപടികൾ വിവിധ വകുപ്പുകളിൽ ആരംഭിച്ചതായിട്ടാണ് വിവരം. ഉത്സവ ചെലവുകൾ യഥാസമയം കൈകാര്യം ചെയ്യാൻ ജീവനക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ അന്തിമ അനുമതി നൽകുന്ന മുറയ്ക്ക് ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ഒരു നീക്കം ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക അച്ചടക്കവും ആശ്വാസവും നൽകുമെന്നതിൽ സംശയമില്ല. സർക്കാർ മേഖലയ്ക്ക് പുറമെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമോദി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതീക്ഷകളും ഈ ഓണക്കാലത്ത് വളരെ വലുതാണ്. നിലവിൽ പ്രതിമാസം 2000 രൂപ വീതം ലഭിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രായമായവരും അതോടൊപ്പം തന്നെ നിരാലംബരുമായ ഗുണഭോക്താക്കൾക്ക് ഓണക്കാല ചെലവുകൾക്കായി പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. കാരണം മുൻകാലങ്ങളിൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് നൽകുകയോ അല്ലെങ്കിൽ നിലവിലുള്ള കുടിശ്ശികകൾ പൂർണ്ണമായിട്ട് തീർത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്ത മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നിരുന്നാലും ഭരണരംഗത്തെ പുതിയ മാറ്റങ്ങളും നിലവിലെ ട്രഷറി നിയന്ത്രണങ്ങളുമൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണത്തെ പ്രത്യേക അലവൻസിനെ കുറിച്ചോ അധിക തുകയെക്കുറിച്ചോ ഉള്ള അന്തിമ തീരുമാനം വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾ വ്യക്തിപരമായ തലത്തിൽ വരുത്തേണ്ട ചില മുൻകരുതലുകളെക്കുറിച്ചും ഈ ഘട്ടത്തിൽ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് പെൻഷൻ തുക തടസ്സമില്ലാതെ തങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി സജീവമാണോ ആക്റ്റീവാണോ എന്നും KYC മസ്റ്ററിംഗ് നടപടികളൊക്കെ തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയോ എന്നുള്ള കാര്യവും എല്ലാവരും ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. മുൻകാലങ്ങളിൽ സാങ്കേതിക കാരണങ്ങൾ മൂലമോ ബാങ്ക് അക്കൗണ്ടിലെ അപാകതകൾ മൂലമോ ഒക്കെ തന്നെ പലർക്കും സമയത്തിന് ഈ പണം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനാൽ ഇത്തരം മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കുന്നത് വിതരണം ആരംഭിക്കുന്ന ഘട്ടത്തിലെ അനാവശ്യ ഓഫീസ് കയറി ഇറക്കങ്ങൾക്കും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനും പൂർണ്ണമായിട്ടും ഗുണഭോക്താക്കളെ സഹായിക്കും. പൊതുജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകൾ ഉറ്റുനോക്കുന്നത് സപ്ലൈകോയുടെ വിപണി ഇടപെടലുകളിലേക്കും പ്രത്യേക റേഷൻ ആനുകൂല്യങ്ങളിലേക്കുമാണ്. ഓണക്കാലത്തെ കടുത്ത വിലക്കയറ്റം തടയുന്നതിനായിട്ട് സംസ്ഥാനത്തെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഓണം ഫെയറുകളൊക്കെ തന്നെ സംഘടിപ്പിക്കാനുള്ള ആലോചനകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, പരിപ്പ്, മുളക്, മല്ലി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ വൻ വിലക്കുറവിൽ സബ്സിഡി നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനോടൊപ്പം തന്നെ ചില പ്രത്യേക വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണമോ അതല്ലെങ്കിൽ ഉത്സവകാലത്തേക്ക് മാത്രമായിട്ട് അധിക അരി വിതരണമോ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ സംഭരണ ശേഷിയും സാമ്പത്തിക സ്ഥിതിയും വിലയിരുത്തിയ ശേഷമേ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഉടൻ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്തെ ഇത്തരം സാമ്പത്തിക വിതരണങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. കാരണം ഒരു വശത്ത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറുവശത്താകട്ടെ ജീവനക്കാർക്കും സാധാരണക്കാർക്കും കൃത്യസമയത്ത് പണം ലഭ്യമാക്കുന്നത് പ്രാദേശിക വിപണിയിലൊക്കെ തന്നെ വലിയ ചലനമുണ്ടാക്കും. മാത്രമല്ല വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ കച്ചവടം ഉയരുന്നതിനും അതുവഴി
തകർച്ച നേരിടുന്ന ചെറുകിട വ്യവസായ മേഖലയ്ക്കൊക്കെ തന്നെ, വ്യാപാര മേഖലകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഒരു പുത്തൻ ഉണർവ് ലഭിക്കുന്നതിനും ഈ ഒരു ഓണക്കാല പണമൊഴുക്ക് അത് തീർച്ചയായിട്ടും കാരണമായി മാറും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും തമ്മിൽ സന്തുലിതമായിട്ട് കൊണ്ടുപോകുന്ന ഒരു മധ്യവർത്തി നിലപാട് അതായിരിക്കും സർക്കാർ ഈ ഒരു ഓണക്കാലത്ത് സ്വീകരിക്കുക എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. കാരണം ധനവകുപ്പിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മുൻകൂർ ശമ്പളം നൽകുന്ന തീയതികൾ, അതോടൊപ്പം തന്നെ DA വർധനവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകൾ, അതുപോലെ സപ്ലൈകോയുടെ മേളകളുടെയൊക്കെ തന്നെ ഉദ്ഘാടനം, അതുപോലെ റേഷൻ കാർഡിലെ പ്രത്യേക ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം തന്നെ വ്യക്തമായ ശേഷം മാത്രമേ ഇത്തവണത്തെ ഓണക്കാല ആനുകൂല്യങ്ങളുടെ പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള പുതിയ വിവരങ്ങളും ഉത്തരവുകളും പുറത്തു വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അവയുടെ കൃത്യമായ വിശകലനങ്ങളും വാർത്തകളും പൊതുജനങ്ങളിലേക്ക് നമ്മുടെ ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.